നമസ്കാരം. നിറവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ്. അതിൽ ആദ്യത്തേതായ നിറം ചുവപ്പ് നിറമാകുന്നു. രണ്ടാമത്തേതായ നിറം പച്ച നിറമാണ്. ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ ചുവപ്പ് നിറമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അത്ര ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. മറക്കാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ അഥവാ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ വന്നു ചേരും. ധനപരമായ ഉയർച്ച, ധനം നൽകിയിരിക്കുന്നതായ ധനം തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ധനപരമായി അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ, ചിന്തകൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല വിധത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ, പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്നും വരാം. ചിലവ് അല്പം വർദ്ധിക്കും എങ്കിൽ പോലും വരുമാന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതിനാൽ തന്നെ ചിലവ് അല്പം കുറച്ച്, അമിതമായ ചിലവ് കുറച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ കലഹങ്ങൾ, ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പ്രവൃത്തി ഏതു തന്നെയാണ് എങ്കിലും ആ പ്രവൃത്തി ശരിയായ രീതിയിൽ ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ലത് ആഗ്രഹിച്ച് ചെയ്താലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിമർശനങ്ങൾ ജീവിതത്തിൽ നേരിടുന്നു എന്നത് വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. ഏത് കാര്യവും ശരിയായ രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നതും വാസ്തവമായ കാര്യമാണ്. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ബിസിനസ് പരമായോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ നഷ്ടങ്ങൾ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് പറയാം. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതായ ചില അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചില്ല എങ്കിൽ വന്നു ചേരുന്നതായ ഗുണാനുഭവങ്ങൾ അത് കുറയുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. അംഗീകാരങ്ങൾ, അത് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടും അംഗീകാരങ്ങൾ തേടിയെത്തി എന്ന് വരാം. ബിസിനസ് പരമായ ഉയർച്ച, ലാഭം ജീവിതത്തിലേക്ക് കടന്നു വരും. വരുമാനവുമായി ബന്ധപ്പെട്ടും ഉയർച്ച, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അധിക വരുമാനം തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നേരായ വഴിയിലൂടെ പോവുകയാണ് എങ്കിൽ ധനപരമായ ഉയർച്ചയും, കൂടാതെ ഈ സമയം ശത്രുനാശവും ജീവിതത്തിൽ നിന്നും സംഭവിച്ചു എന്ന് വരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതിനാൽ ഈ സമയം കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. രണ്ടാമത്തെ നിറമായ പച്ചയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളിലും ലാഭം പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും തിരിച്ചടികൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം.
സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. അഭീഷ്ട നേട്ടം തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യപരമായ ഉയർച്ച, ആരോഗ്യ കാര്യങ്ങളിൽ നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ചിന്തിച്ച് ചെയ്യുന്നതായ ഏതൊരു കാര്യത്തിനും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. വിജയങ്ങൾ ഇരട്ടിയായി തന്നെ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ ഉയർച്ചയും ധനപരമായ ഉയർച്ചയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുന്നതായ സമയം കൂടിയാണ് ഇത്. നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും തരണം ചെയ്ത് പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോവുകയും അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. പൊതുപ്രവർത്തകർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൂടാതെ ഈ സമയം ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഖ്യം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ബന്ധുക്കളാൽ സഹായം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളാൽ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൃഷിയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. കൂടാതെ ഈ സമയം മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരുകയും കാര്യ തടസ്സങ്ങൾ ഒഴിവാക്കി കാര്യവിജയങ്ങൾ സ്വന്തമാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഏത് കാര്യവും നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നതായ അവസരമാണ് ഉണ്ടാവുക. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ബന്ധുഗുണം വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാക്കുന്നു. കൂടാതെ കുടുംബസ്വത്ത് ലഭിക്കുക, പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം.